പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന്റെ 2 സ്റ്റേജുകളും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അധികം നമുക്ക് വന്ന ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ച് പറഞ്ഞു തരണം എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു: സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിലെ പേപ്പർ 2 സ്പെഷ്യൽ ടോപ്പിക് ഏത് രീതിയിൽ കവർ ചെയ്യണം? നമ്മൾ ഇതിനു മുമ്പുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ് എന്നുണ്ടെങ്കിലും LSGയുടെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളത് ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും LSGയിലാണെങ്കിലും തീർത്തു തന്നതുപോലെ തീർത്തു തരാൻ സാധിക്കുമോ? അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അപ്പോൾ തീർത്ത് തരുന്ന കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, എന്താണ് സിലബസ് എന്നുള്ളതിന്റെ ബേസിക് ഐഡിയ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഏതെല്ലാം ഭാഗങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡേറ്റ ഇൻഫർമേഷൻ കിട്ടുമെന്ന് പഠിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നോക്കാൻ സാധിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മള് കവർ ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ NCERT SCERT ടെക്സ്റ്റുകൾ ആകട്ടെ, ഇഗ്നോ മെറ്റീരിയൽസ് ആകട്ടെ. ഇഗ്നോ മെറ്റീരിയൽസ് LSGയിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടത് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇപ്പൊ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ടുണ്ട്, അല്ലെ? ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പേപ്പർ 2 അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന് ആദ്യത്തെ 2 മോഡ്യൂളും എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും ഒക്കെയാണ്. ഇത് പബാഡ് എന്ന് പറയും ചുരുക്കിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. UPSCയിൽ പഠിക്കാനുള്ള ഒരു അവരുടെ ഒരു എലക്ടീവ് ടോപ്പിക് ആണ്. അപ്പോൾ ആ ഭാഗങ്ങൾ എടുക്കുന്നത് UPSCയിൽ തന്നെ വളരെ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എടുക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ UPSC മെറ്റീരിയൽസ് ആകട്ടെ, വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളാകട്ടെ, ഇതെല്ലാം എടുത്തുകൊണ്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടാണ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാർഡടച്ച് ഒരുപാട് പഠിക്കുക എന്നത് ഒഴിവാക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആദ്യ ലെവൽ പഠിക്കുകയും പിന്നീട് ടുവേർഡ്സ് എക്സാം സമയമാകുന്ന സമയത്ത് ഫർദർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിന്റെ പാരലൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. അഗെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നെങ്കിൽ അതിൽ അഡീഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ തരിക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനുശേഷം നിങ്ങൾക്ക് അത് മുഴുവൻ കേൾക്കാം, ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആദ്യ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അതൊന്ന് കാണുക. അത് കണ്ട് നമ്മളുടെ അനാലിസിസ് കണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്, ഓക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം, ഫോർവേഡ് പോകാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം കൂടാം. നമുക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ ടോപ്പിക് വളരെ വൃത്തിയായിട്ട് പഠിച്ച് അവസാനിക്കാം, എക്സാമിന് പ്രിപ്പയർ ആകാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലേക്ക് വരിക. അവിടെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് വീഡിയോ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.